തൃശൂർ ടൈറ്റൻസിനെ തകർത്തതിൽ നിർണായക പ്രകടനം കാഴ്ചവെച്ച താരങ്ങളാണ് അമൽ എജിയും ഭരത് സൂര്യയും. ഇരുവർക്കുമൊപ്പം എം നിഖിൽകുമാറിന്റെ റിപ്പോർട്ട്. കേരള ക്രിക്കറ്റ് ലീഗിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സ് ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മോടൊപ്പം സെമിയിലെ ടീമിൻ്റെ വിജയശില്പികളായ അമൽ എജിയും ഭരത് സൂര്യയും ചേരുന്നുണ്ട്. അമൽ, വീണ്ടും ഒരു മത്സരത്തിൽ കൂടി ടീമിനെ വിജയിപ്പിക്കാൻ സാധിച്ചു. വളരെ സന്തോഷം. നമ്മളൊരു ടീമായിട്ടാണ് കളിച്ചത്, ഇൻഡിവിജ്വലായിട്ടല്ല. നമ്മുടെ ക്യാപ്റ്റൻ എന്താണോ പറഞ്ഞത് നമ്മൾ അതുവേണ്ടി ചെയ്തു കൊടുത്തു. കറക്റ്റ് ഒരു പ്ലാനിൽ പോയി നമ്മൾ വിചാരിച്ച സാധനം നമ്മൾ കയ്യിലോട്ടെത്തി. മാച്ച് എൻജോയ് ചെയ്തു. അതുകൊണ്ട് റിസൾട്ട് നമുക്ക് അനുകൂലമാണ്. ഭരത്, 2 മത്സരങ്ങളിൽ മാത്രമാണ് അവസരം കിട്ടിയത്. കിട്ടിയ അവസരം കൃത്യമായി വിനിയോഗിച്ചു. അതെ, നമ്മുടെ ടീമിൻ്റെ സ്ട്രെങ്ത് അതിൽ തന്നെ നമുക്ക് മനസ്സിലാവാൻ പറ്റും. കാരണം അങ്ങനത്തെ കോമ്പറ്റീഷനാണ്, ഹെൽത്തി കോമ്പറ്റീഷനാണ്. കാരണം നമ്മൾ അങ്ങനത്തെ രീതിയിൽ നമുക്ക് കിട്ടുന്ന അവസരത്തിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്താൽ നമുക്ക് ഈ ടീമിൽ സ്ഥാനമുള്ളൂ. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോലത്തെ ഒരു പ്ലെയറിന് ഒരു ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആണ് കൊണ്ടുവരുന്നത്. കാരണം 9 മാച്ച് വെയിറ്റ് ചെയ്തിട്ട് ഒരു അവസരത്തിന് ഈ അവസരം യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ സപ്പോർട്ട് സ്റ്റാഫ്, നമ്മുടെ എല്ലാവരെയും ഈ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ടീമിൻ്റെ സ്ട്രെങ്ത് അതിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. വിഷ്ണു വിനോദിന് പകരമാണ് ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് എത്തുന്നത്. അല്ല, സത്യം പറഞ്ഞാൽ വിഷ്ണുചേട്ടനാണ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ഇറങ്ങാമെന്ന് പറഞ്ഞത്. പുള്ളി തന്നെയാണ് ഈ മെയിനായിട്ടും എന്നെ ഓപ്പണിംഗ് ഇറക്കണമെന്ന് പറഞ്ഞ് ഇതാക്കിയത്. പുള്ളിയും ശ്രീബായും കൂടെ തന്നെയാണ്. അപ്പം സത്യം പറഞ്ഞാൽ അതൊരു വലിയൊരു സാക്രിഫൈസ് തന്നെയാണ്. ഇപ്പോൾ പുള്ളിക്ക് ആവശ്യമില്ല. പുള്ളി ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളൊരു പ്ലെയറിന് ആ ഒരു സ്ലോട്ട് മാറേണ്ട ആവശ്യമില്ല. പക്ഷേ ആസ് എ സീനിയർ പ്ലെയർ ഒന്ന് സപ്പോർട്ട് ടീമിൻ്റെ ആവശ്യം കൂടെ ഉള്ളതുകൊണ്ട് പുള്ളി പറഞ്ഞാൽ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാമെന്നുള്ള രീതിയിൽ പുള്ളി തന്നെയാണ് എന്നെ അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ടീമിൻ്റെ ഒരു വിജയം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു സൗഹൃദവും നമ്മുടെ ആ സപ്പോർട്ടും തന്നെയാണ് നമ്മളെ ഇതുവരെ നമ്മളിങ്ങനെ എത്തിച്ചത്. സെമി ഫൈനലിൽ ഒരു 10 വിക്കറ്റ് വിജയം എന്ന് പറഞ്ഞാൽ അത് കിട്ടുന്ന ആത്മവിശ്വാസം വളരെ വലുതല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആത്മവിശ്വാസം, നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയാണ് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ കളികളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളൊരു അനാലിസിസ് നടത്തിയപ്പോൾ നമ്മുടെ ഒരു ഫീൽഡിൻ്റെ അകത്തുള്ള എനർജിയിൽ കുറവുണ്ടെന്ന് നമ്മളത് എല്ലാവരും പറഞ്ഞ് സമ്മതിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത മാച്ചസ് തൊട്ട്, അത് ടീം മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, അടുത്ത മാച്ചസ് തൊട്ട് നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തണം. കാരണം ഇതല്ല ഏരീസ് കൊല്ലം സെയിലേഴ്സ്, ഇങ്ങനെയല്ല നമ്മൾ കളിച്ചുകൊണ്ടിരുന്നതെന്നുള്ള ഒരു അറിവ് നമുക്കുണ്ടായി. അതിൽ നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കണം. അതിൽ തന്നെയാണ് ആ മാറ്റം വരുന്നത്. കാരണം ഇതിൽ ഒരു അതിശയമില്ല. കാരണം നമ്മൾ ആ രീതിയിലാണ് നമ്മൾ കളിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി തന്നെയാണ് നമ്മൾ ഫൈനലിൽ കയറാൻ ഉദ്ദേശിക്കുന്നത്. അമൽ, ഞാൻ ടീമിൻ്റെ ഓണപരിപാടിക്ക് വന്ന സമയത്ത് അമൽ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ബാഹുബലി എന്നാണ് എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത്. അതെ, ടീമിലൊരു ശക്തനായ ആൾ എന്നാണ് എന്നെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ക്യാപ്റ്റൻ വിശ്വസിക്കുന്നു, നമ്മൾ ചെയ്തു കൊടുക്കുന്നു. പോയ കളി നമ്മൾ വടം വലിച്ച് കൊണ്ടുവരുന്ന എന്ന രീതിയിലാണ് അവർ ഉദ്ദേശിക്കുന്നത്. നന്നായിട്ട് ചെയ്യാൻ പറ്റി. അവരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ പറ്റി. വിക്കറ്റ് വേട്ടക്കാരുടെ പട്ടികയിൽ 2ാം സ്ഥാനത്തെത്തി. ഞാൻ വിക്കറ്റ് അങ്ങ് നോക്കാറില്ല. നമ്മൾ എന്താണ് സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് ചെയ്യുക. ഓൾമോസ്റ്റ് നമുക്കൊരു പ്ലാൻ ഉണ്ട്. അതിനനുസരിച്ച് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും. വിക്കറ്റിനെ പറ്റി നോക്കിയിട്ടില്ല. അത് തന്നെയാണ് പ്ലാൻ. ഒരു മത്സരത്തിൽ 10 വിക്കറ്റിൻ്റെ ജയം, ഒപ്പം ഇത് എതിരാളികളെ ഒരു 90 റൺസിന് താഴെ പുറത്ത് ഓൾ ഔട്ട് ആക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് ഫൈനലിലേക്ക് വരുമ്പോൾ. തീർച്ചയായിട്ടും ഇതൊരു എൻ്റെ 2ാമത്തെ സീസണാണ്. ഇതിനകത്ത് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ശ്രീശാന്തേട്ടനായാലും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ബ്രദർഹുഡാണ്. നമ്മളൊരു ഫാമിലിയാണ്. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വരുന്ന ആളല്ല. ഒരു ടീമിനകത്തുള്ള ഒരു 18 പേരും നമ്മൾ സഹോദരങ്ങൾ പോലെയാണ്. അപ്പം നമുക്കറിയാം ഇത് എന്താണ് ചെയ്യേണ്ടത്. ഇതുവരെ കളിച്ചതൊരു നമ്മുടെ ഫുൾ സ്ട്രെങ്ത്തിലല്ല കളിച്ചത്. അപ്പോൾ നമ്മൾ തിരിച്ച് ആ ഒരു സ്ട്രെങ്ത്തിലോട്ട് ഞങ്ങളുടെ സ്ട്രെങ്ത്ത് വിശ്വസിക്കുന്നു. ബാക്കി റിസൾട്ട് പുറകെ വരും. അതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് തന്നെയാണ്, അതായത് ടീമിനേക്കാൾ ഉപരി ഒരു കുടുംബം എന്ന നിലയിലാണ് തങ്ങൾ കളിക്കുന്നത് എന്ന് തന്നെയാണ് ഏരീസ് കൊല്ലം സീരീസ് പറയുന്നത്. ഫൈനലിന് മുന്നോടിയായി ഇന്നത്തെ വിജയം ടീമിന് നൽകുന്ന ആത്മവിശ്വാസം അത് വളരെ വലുതാണ്. കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്നും രഞ്ജിത്തിനൊപ്പം എം നിഖിൽകുമാർ, ജനം.